12ാം പീയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. അന്നത്തെ കാലയളവിൽ നിലനിരുന്ന പല അനീതികളെയും ചൂഷണങ്ങളെയും കണ്ടുകൊണ്ട് സഭയും ലോകവും ഒന്നുചേർന്നുകൊണ്ട് തൊഴിലാളികളുടെ ജീവിതാവസ്ഥകളെ മുൻപോട്ട് പുരോഗമിക്കുന്നതിന് വേണ്ടി, മുൻപോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സഭയാണ് വിശുദ്ധ പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈശോയുടെ വളർത്തുപിതാവും രക്ഷാകര സേവനത്തിന് ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ, വേദനകൾ സഹിച്ചുകൊണ്ട് തിരുകുടുംബത്തെ സംരക്ഷിച്ച വിശുദ്ധ പിതാവിനെയാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൊഴിൽ മേഖലയിൽ ഒത്തിരിയേറെ അനീതികൾ, തൊഴിൽ മൂല്യങ്ങൾ ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അവയൊക്കെ ഉയർത്തുവാനായിട്ടാണ് വിശുദ്ധ പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് സഭ പ്രഖ്യാപിച്ചത്. വിശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ ഒന്നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, തൊഴിൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലും രക്ഷാകർമ്മത്തിലും പങ്കുചേർന്നുള്ള ഒരു ഉപാധിയാണ്. ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലും രക്ഷാകർമ്മത്തിലും പങ്കുചേർന്നുള്ള ഒരു ഉപാധിയാണ് തൊഴിൽ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. പഴയ നിയമത്തില് 6 ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചവും അതിലുള്ള സകലതും സൃഷ്ടിച്ച ശേഷം ദൈവം 7ാം ദിവസം വിശ്രമിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്: നീ ഈ ഭൂമിയെ ഭരിക്കുക എന്ന്, സന്താനങ്ങളോട് നിറയ്ക്കുക എന്ന്, ഞാൻ സൃഷ്ടിച്ച വസ്തുക്കളുടെ മേല് നീ ആധിപത്യം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയെ ഏൽപ്പിക്കുന്നത്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച പ്രകൃതി അല്ല ഇന്നത്തെ പ്രകൃതി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും മാറ്റം വന്ന് വികസനത്തിന്റെയും പുരോഗമനത്തിന്റെയും പാതയിൽ ഇന്ന് കുതിച്ചു വീഴുന്ന ഒരു ലോകത്തെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ദൈവം മനുഷ്യമക്കളോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ തൊഴിലുകൾ കൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ പണിതുയർത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് തീർക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സൃഷ്ടികർമ്മത്തിൽ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ യേശു പിതാവ് ദൈവത്തിന്റെ രക്ഷാകർമ്മത്തിൽ എങ്ങനെ പങ്കുചേർന്നു നമുക്കറിയാം. ലോകരക്ഷകനായ ഈശോയെ ജനിച്ച നിമിഷം മുതൽ താൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും തിരുകുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും വേദന സഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ പിതാവ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തില് എപ്പോഴും വേദന സഹിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും എല്ലാം നാം നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയിൽ ആണ് പങ്കുചേർന്നതെന്ന് നാം ഓർക്കുക പ്രത്യേകമായിട്ട്. ഈശോയും അവിടുത്തെ അമ്മയായ മറിയത്തെയും ഒരു കുറവും കൂടാതെ എപ്പോഴും തന്റെ അധ്വാനത്തിലൂടെ യേശു കാത്തു പരിപാലിച്ചെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈശോ ജനിച്ചു ഉടനെ ആ ശിശുവിനെ കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുവാനും ഒളിച്ചോടുവാനും അവിടെ നിന്ന് തിരിച്ച് നസറത്തിൽ വരുവാനും തന്റെ ഭാര്യയെയും അല്ലെങ്കിൽ ശിശുവിനെയും ഒരിക്കലും ഒരാപത്ത് കൂടാതെ കാത്തു പരിപാലിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ പിതാവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നമ്മൾ കർത്താവിനെ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ തൊഴിലിന് ഒരു അർത്ഥമുണ്ടാകുന്നത് എന്ന് നാം അറിയണം. ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരും ഒത്തിരിയേറെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്, ഒത്തിരിയേറെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മുടെ ഈ അധ്വാനത്തില്, നമ്മുടെ ഈ കഷ്ടപ്പാടില് പലപ്പോഴും ദൈവം ഇല്ല എന്ന് നാം ഓർക്കേണ്ട കാര്യമാണ്. പഴയ നിയമത്തില് പാവൽ ഗോപുരത്തെ പറ്റി നാം വായിക്കുമ്പോൾ ദൈവം പറയാണ്, വരും നമുക്ക് മനുഷ്യന്റെ സൃഷ്ടിയെ കാണാമെന്ന്. മനുഷ്യൻ ഒന്നുചേർന്ന് തങ്ങളുടെ നാമം നിലനിർത്തുവാനായിട്ട് പ്രപഞ്ചത്തിൽ ഒരു വലിയ ഗോപുരം, ആകാശം കൊണ്ട് ഉയർന്നിരുന്ന വലിയ ഗോപുരം പണിയുകയാണ്. ദൈവം പറയാണ്, എന്നെ കൂടാതെ മനുഷ്യൻ തുടങ്ങിയിരിക്കുന്ന ഈ വലിയ പ്രവർത്തനം നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷകളെ കുട്ടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ ദൈവം നിർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അധ്വാനത്തില് ദൈവമില്ലാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെയൊക്കെ അധ്വാനവും ബാബേൽ ഗോപുരം പോലെ നിലച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പറയാറുണ്ട്, എത്ര അധ്വാനിച്ചിട്ടും കടവ് മാറുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടും വീട്ടിലെ സമാധാനം ശാന്തിയുമില്ല. എങ്ങനെയാണ്? കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, കുടുംബത്തിൽ സ്നേഹമില്ല. അധ്വാനം ഒന്ന് മാത്രം.
വേറെ ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനോ സാധിക്കാതെ അധ്വാനം മാത്രം, ദൈവമില്ലാത്ത അധ്വാനം ചെയ്ത പല മക്കളും ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് ഈ ബാബേൽ ഗോപുരത്തിന്റെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, പൂർത്തിയാകാത്ത ഭവനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ചില വ്യക്തികൾ ഒരു ദിവസം 1000 രൂപയും കഷ്ടപ്പെട്ടുകൊണ്ട് അതിൽ 850 രൂപയും മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ച് അല്ലെങ്കിൽ പുകവലിച്ച് തീർത്തിട്ട് കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനോ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുവാനോ തുനിയാതെ സ്വന്തം ജീവിതത്തെ മാത്രം അന്വേഷിച്ച് സ്വന്തം സുഖം മാത്രം അന്വേഷിച്ചിരിക്കുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട്. അവരും ഉദയം 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ അവരും 12 മണിക്കൂർ ജോലി ചെയ്യുന്നത്. പക്ഷേ അവരുടെ ജോലിയിൽ പലപ്പോഴും ദൈവമില്ല എന്ന് നാം ഓർക്കുക. അവർ ആഗ്രഹിക്കുന്നത് കേവലം അവരുടെ ശരീരത്തിന്റെ സുഖം മാത്രം. അവരുടെ അധ്വാനം ഒരിക്കലും അവരുടെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നല്ല, മറിച്ച് അവരുടെ ശരീരസുഖവും അവരുടെ മാത്രമായ സംതൃപ്തിയുമാണ് അവർ പലപ്പോഴും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ, നമ്മുടെ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നും ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു രക്ഷാകര കർമ്മം അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടെന്ന ബോധത്തോടെ ദൈവത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഷ്ടപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ബ്രസീലില് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായി, പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും അമ്മ തന്നെ കുഞ്ഞിനെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇന്ന് കുട്ടിയെ ബേബി സിറ്റിയിൽ കൊണ്ടാക്കണമെന്ന് പറയുകയാണ്. തിരക്കുള്ള ജീവിതമാണ്, എല്ലാവരും രാവിലെ റെഡിയായി ഓടുന്ന സമയമാണ്. ആദ്യമായിട്ടാണ് പിതാവിന്റെ കുഞ്ഞിന് 2 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ബേബി സിറ്റിയിലേക്ക് പോവുകയാണ്. തിടുക്കത്തിലെ പുറത്തെ സീറ്റില് ബെൽറ്റൊക്കെ ഇട്ട് കുഞ്ഞിനെ ഉറപ്പിച്ചു വെച്ച ശേഷം വായിൽ ഒരു ടിപ്പിൽ വെച്ച് കൊടുത്ത് വണ്ടി ഓടിച്ച് പോവുകയാണ്. വണ്ടി ഓടിച്ചു പോയ ശേഷം തന്റെ സ്ഥലത്തെത്തി ആ വണ്ടി അവിടെ ഇട്ടിട്ട് ധൃതിയില്ല തന്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ഉച്ചയായിട്ട് കുട്ടിയെ കണ്ടില്ല. അപ്പോൾ അവിടുത്തെ ആ സ്ത്രീ വിളിച്ച് ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് തങ്ങളുടെ കുഞ്ഞിനെയും ബേബി സിറ്റിയിൽ എത്തിയില്ല എന്ന്. ഉടനെ ഭർത്താവിനെ വിളിച്ച് ചോദിക്കുകയാണ്, എവിടെയാണ് നമ്മുടെ കുഞ്ഞ് എന്ന്. അപ്പോഴാണ് മനുഷ്യന് തന്റെ കുഞ്ഞിനെ പറ്റി ബോധ്യം വന്നത്. പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വേണ്ടി തിരിച്ച് റോഡിൽ വന്നു കഴിഞ്ഞപ്പോഴിതാ കാറിന്റെ അകത്ത് മരിച്ചു ഇരിക്കുന്ന ഒരു കുഞ്ഞ്. നാഗൂറിലെ നട്ടുച്ച വെയിലത്ത് ഒരു തുള്ളി വായു പോലും അകത്ത് കിട്ടാതെ ആ വിഷവായു ശ്വസിച്ചുകൊണ്ട് ആ കുഞ്ഞ് അതിൽ മരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പിതാവിന്റെ അധ്വാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനും ഈ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള വലിയ അധ്വാനത്തില് ആ പിതാവിന്റെ തിരക്കിലും ഹൃദയം നഷ്ടപ്പെടുന്നത് താൻ ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നു ആ കുഞ്ഞിന്റെ മരണമാണ് എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ്, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ഉണ്ട്, എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. പലപ്പോഴും നമ്മൾ പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഏകദേശം 400-500 വർഷത്തെ ചരിത്രമാണ് ബ്രസീൽ സഭയ്ക്കുള്ളത്. ഈ 500 വർഷം കൊണ്ട് ആദ്യകാലങ്ങളിൽ കുടിയേറിയ ആൾക്കാർ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവവിശ്വാസികൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കത്തോലിക്ക രാജ്യം, ബ്രസീൽ എന്ന കത്തോലിക്ക രാജ്യം സ്ഥാപിച്ചെടുത്തു. എങ്കിൽ ഇന്നത്തെ മക്കള് പണത്തിന്റെയും പ്രതാപത്തിന്റെയും മറ്റു വസ്തുക്കളുടെയും പുറകെ ഓടുന്ന ഇന്നത്തെ മക്കള് ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കുഞ്ഞു മക്കളെയോ യുവതി യുവാക്കന്മാരെയോ ദേവാലയത്തിൽ കാണാൻ സാധിക്കില്ല. 60 കഴിഞ്ഞവർ മാത്രം, 60 കഴിഞ്ഞ അപ്പച്ചിമാരും മാത്രമേ ദേവാലയത്തിലുള്ളൂ. ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരും 60-70 കഴിഞ്ഞ ആൾക്കാർ മാത്രമേ ദേവാലയത്തെ ശുശ്രൂഷ ചെയ്യാൻ വരാറുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാല് പകലന്തിയോളം അവര് പഠിക്കുകയും പണിയെടുക്കുകയും ചെയ്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും ഒരു രാത്രി നൈറ്റ് ക്ലബിൽ തങ്ങളുടെ ജീവിതം ചെലവഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യം ഇന്ന് ദൈവത്തിന് പകരമായിട്ട് പണത്തെ അവർ കാണുകയും അതിനുവേണ്ടി അവർ അധ്വാനിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ ദൈവത്തെ ഉപേക്ഷിക്കും. നമ്മുടെ തൊഴിലിനെ നമ്മൾ ഒരിക്കലും ദൈവവുമായിട്ട് കാണരുത്. നമ്മുടെ തൊഴിലിനെ ദൈവമായിട്ട് കാണാതെ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ നാം തൊഴിലിനെ കാണാവുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം. തൊഴിൽ എന്നത് സ്നേഹത്തിന്റെ ഒരു പ്രകടന ഭാവമാണ്. പലപ്പോഴും കാരണവന്മാര് കാലത്തെ മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലുള്ള ഭാര്യയുടെയും മക്കളുടെയും സന്തോഷത്തിന് വേണ്ടി നിരന്തരം ഒരു തുള്ളി വിശ്രമമില്ലാതെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തൊഴിലിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര സ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ നമുക്കറിയാം ആരും തന്നെ അധ്വാനിക്കാൻ പോകുകയില്ല, ഉള്ളത് കൊണ്ട് കഴിച്ച് നമുക്ക് ജീവിച്ചു പോകുകയുള്ളൂ. എന്റെ കുടുംബം വളരണം, എന്റെ മക്കൾ നന്നാവണം, എന്റെ കുടുംബത്തിലുള്ള സന്തോഷമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരും കഷ്ടപ്പെടുകയും പണിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ തൊഴിലിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുള്ള സ്നേഹമാണ്, പരസ്പര സ്നേഹമാണ്. നമ്മുടെ കത്തോലിക്ക കുടുംബത്തില് ഈ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ടവരും നമുക്ക് അധ്വാനിക്കുവാനും കുടുംബത്തെ സംരക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക. നമുക്കറിയാം ഈശോയിൽ മഹത്വപ്പെട്ടതാണ് ഈ തൊഴിൽ. യേശു പിതാവ് ഒരു തച്ചനായിട്ട്, ഒരു ആചാര്യായിട്ട്
കഷ്ടപ്പെട്ടപ്പോൾ, ജോലി ചെയ്തപ്പോൾ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ആ ജോലിയെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. ഈശോയുടെ സാന്നിധ്യത്താൽ ആ ജോലി മഹത്വപ്പെടുകയാണ് ചെയ്തത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജോലികളും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നും നമ്മൾ ഒന്നിനെയും കുറച്ച് കാണണ്ട എന്നും അല്ലെങ്കിൽ ഒന്നിനെ വലുതായിട്ട് കാണണ്ട എന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒന്നാണ് ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നാലാമതൊരു കാര്യം, തൊഴിൽ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേർന്നുള്ള ഒരു ശ്രമമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ഈശോയുടെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേരാനുള്ള ഒരു ഉപാധിയായിട്ട് നാം മനസ്സിലാക്കുക. എന്റെ അധ്വാനങ്ങളും എന്റെ പ്രയാസങ്ങളും ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങൾക്ക് രക്ഷാകര ദൗത്യത്തിന് എനിക്ക് അർത്ഥമുണ്ടാകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് വേണ്ടി മാത്രമല്ല എന്നും യേശുവിന്റെ പിതാവ് എങ്ങനെ ഈശോയെയും മാതാവിനെ രക്ഷിക്കുവാനായിട്ട് എങ്ങനെ അധ്വാനിച്ചുവോ അതുപോലെ ഞാൻ എന്റെ കുടുംബത്തെയും എന്റെ സമൂഹത്തെയും രക്ഷിക്കുവാനായിട്ട് ഞാൻ അധ്വാനിക്കുമ്പോൾ ഞാനും ആ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കെടുക്കുകയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മാതൃകയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും നല്ല മാർഗത്തിലുള്ള ഭാഗ്യമുണ്ടാകും എന്ന കാര്യം നാം ഓർക്കുക. നമുക്കറിയാം, ഈശോയുടെയും മാതാവിന്റെയും സാന്നിധ്യത്തില് അവരുടെ സാന്നിധ്യത്തില് മരിക്കുവാൻ സാധിച്ച ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ മാത്രമാണ്. മാതാവിന്റെയും ഈശോയുടെയും സാന്നിധ്യത്തില് മരിക്കാൻ സാധിച്ച ഒരു വ്യക്തി വിശുദ്ധ പിതാവാണ്. അതിനാൽ നമ്മൾ നിരന്തരം യേശുപിതാവിന് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മരണസമയത്ത് മാതാവും യേശുപിതാവും ഈശോയും സന്നിധിയായിരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. തന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാ വിധത്തിലും പൂർണ്ണമായിട്ട് ചെയ്തു തീർത്തുകൊണ്ട് ഒരു നല്ല മരണമാണ് യേശുപിതാവ് വരിക്കുന്നത്. യേശുപിതാവിന്റെ ജീവിതത്തിൽ ഉള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ കേന്ദ്രീകൃതമല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കേണ്ടത് ഈശോയുടെ രക്ഷാകര ക്ഷേത്രത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിസ്റ്റർ ക്ലോവിസ് എന്നൊരു വിശുദ്ധനെ പറ്റി. അദ്ദേഹം ക്രിസ്ത്യാനിയാവുന്നതിന് മുമ്പ് ഒരു സാധാരണ അക്രൈസ്തവ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈശോയെ പറ്റി